ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ 6th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ബാക്കി പോർഷനിലേക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുക. നമ്മൾ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ പാട്വാരി ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള മാപ്പ്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മാപ്പ് നമ്മൾ ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞാണ്, ഇപ്പുറത്തെ പേജിൽ ഒരു മാപ്പ് തന്നിട്ടുണ്ടെന്ന്. അതാണിത്. അതായത് ഇപ്പം ഏരിയ ഇൻ ഹെക്ടർ, അതായത് എത്ര സ്ഥലമാണോ ഒരാളുടെ പേരിലുള്ളത് അത് എത്ര ഹെക്ടർ ആണെന്ന് ഹെക്ടറിലാണ് ഇതിവിടെ രേഖപ്പെടുത്തുന്നത്. ഹെക്ടറിൽ എത്ര സ്ഥലമാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിം ഓഫ് ദ ഓണർ, ഫാദർ ഓർ ഹസ്ബൻഡ്സ് നെയിം, അഡ്രസ്സ്. അപ്പോൾ ആരുടെ പേരിലാണ് ഈ സ്ഥലമുള്ളത്, അയാളുടെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ പേര്, അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് റെൻറ്റഡ് ടു സം അതർ ഫാമർ ദെയർ നെയിം ആൻഡ് റെൻറ്റ് റിസീവ്ഡ്. ഇത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണോ, ആർക്കെങ്കിലും കൃഷി ചെയ്യാനായിട്ട് മറ്റേതെങ്കിലും ഫാമേഴ്സിന് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണോ, അങ്ങനെയാണെങ്കിൽ ആ ആളുടെ പേര്, അവർ എത്ര റെൻ്റാണ് തരുന്നത് അത് രേഖപ്പെടുത്തുക. അടുത്തത് ഏരിയ കൾട്ടിവേറ്റഡ് ദിസ് ഇയർ, എത്ര ഏരിയയിലാണ് കൃഷി നടത്തിയെന്നുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ ക്രോപ്സാണ് ഇവിടെ വളർത്തിയെന്നുള്ളത്, ക്രോപ്സിൻ്റെ പേര് സഹിതം വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സോയാബീൻ എന്നാണ്, എത്ര ഏരിയയിലാണ് അത് കൃഷി ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു ക്രോപ്പ് മാത്രമല്ല, ഒരു സ്ഥലത്ത് 2-3 ക്രോപ്സൊക്കെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ റബ്ബർ വളർന്നു വരുന്ന ആ ടൈം കൊണ്ട് വാഴ കൃഷി നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷി നടത്തുക, അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ നാട്ടിൽ സോയാബീനാണ് അവരുടെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ക്രോപ്പ്, എന്തെങ്കിലും സെക്കൻഡ് ക്രോപ്പ് വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ, അത് എത്ര ഏരിയയിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേരും രേഖപ്പെടുത്തണം. ഓക്കെ, ഏരിയ നോട്ട് കൾട്ടിവേറ്റഡ്, അതായത് തരിശു ഭൂമി, ഒരു കൾട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു കൃഷിയോ ഒന്നും നടത്താത്ത ഭൂമിയെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിൻ്റെയും രേഖകളുണ്ട്. ഓക്കെ, പിന്നെ ഫെസിലിറ്റീസ്, അതായത് വെല്ലുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും. അപ്പോൾ ഇങ്ങനെയാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെക്കോർഡ്, ഒരു ലാൻഡിനെ കുറിച്ചുള്ള റെക്കോർഡിൽ അല്ലെങ്കിൽ പാട്വാരി കീപ്പ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നല്ലേ, എത്ര സ്ഥലമുണ്ടെന്നും ആരുടെ പേരിലാണ് സ്ഥലം എന്നും, ഇനിയിപ്പോൾ അത് റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ റെൻറ്റ് എത്ര, ആരുടെ പേരിലാണ് റെൻറ്റ് കൊടുത്തിരിക്കുന്നത്, ഏത് ക്രോപ്പാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എത്ര ഏരിയയിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ആയിട്ടൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്ര ഏരിയയിലാണ്, ഇനി കൾട്ടിവേഷൻ ഒന്നും നടക്കാണ്ട് തരിശു ഭൂമിയുണ്ടോ അതെത്ര ഏരിയ ആണ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫെസിലിറ്റീസ്, വെല്ലോ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പാട്വാരി കീപ്പ് ചെയ്യുന്ന റെക്കോർഡിലുള്ളത്. ഓക്കെ, പാട്വാരി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ, അദ്ദേഹം കീപ്പ് ചെയ്യുന്ന റെക്കോർഡ് അല്ലെങ്കിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ അദ്ദേഹം റെക്കോർഡ് മാത്രമല്ല കീപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു മാപ്പും തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ ഇട്ടേക്കാണ് അല്ലേ. പിന്നീട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒന്നെന്ന് പറഞ്ഞാൽ ആ കാണുന്ന 1 തന്നെയാണ് അദ്ദേഹം ഇവിടെ സീൽ നമ്പർ 1 ഇട്ടിട്ട് ഏരിയ നെയിം ഓഫ് ദ ഓണർ എന്ന് പറഞ്ഞ റെക്കോർഡിൽ എഴുതുന്നത്. അപ്പോൾ അതേ നമ്പർ തന്നെയാണ് ഈ മാപ്പിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാട്വാരി റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മാപ്പൊക്കെ വരച്ച് ഈ ഇൻഫർമേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Farmers often require a copy of their land's record together with a map as shown in the previous illustration. They have a right to this information. They may have to pay a small fee for this. അപ്പോൾ ഫാമേഴ്സിന് എപ്പോഴും അവരുടെ ലാൻഡിൻ്റെ റെക്കോർഡിനെ കുറിച്ചുള്ള കോപ്പി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഒരു മാപ്പ്, ഇതിൻ്റെയൊക്കെ കോപ്പി അദ്ദേഹത്തിന് ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഓരോരുത്തരുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന ആ ഒരു റെക്കോർഡ്, അതിൻ്റെ കൂടെ തന്നെ ഒരു മാപ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥലം, അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ കൂട്ടുള്ളൊരു മാപ്പ്. അപ്പോൾ ഇതൊക്കെ ഫാമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ലഭിക്കുക, ഇതിൻ്റെ ഒരു കോപ്പി ഫാമേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. അവർക്ക് അതിനുള്ള
ആ ഇൻഫർമേഷൻസൊക്കെ എടുക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ ഇതിന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. However, this information is not easily made available and farmers sometimes have to face many problems to get it. ഈ ഇൻഫർമേഷൻ, ഈ റെക്കോർഡിൻ്റെ മാപ്പിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയൊക്കെ ഫാമേഴ്സിന് കൊടുക്കണം. അവരാവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കണമെങ്കിൽ പോലും ഇത് അത്ര ഈസി ആയിട്ടൊന്നും ഫാമേഴ്സിന് ലഭിക്കത്തില്ല. അല്ലെങ്കിൽ അവർ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്താൽ മാത്രമേ അവർക്കിത് ലഭിക്കത്തുള്ളൂ. ഇൻ സം സ്റ്റേറ്റ്സ് റെക്കോർഡ്സ് ആർ നൗ ബീയിങ് കമ്പ്യൂട്ടറൈസ്ഡ് ആൻഡ് ഓൾസോ കെപ്റ്റ് അറ്റ് ദി പഞ്ചായത്ത് ഓഫീസ് so that they are more easily available and regularly updated. മിക്ക സംസ്ഥാനങ്ങളിലും ഈ റെക്കോർഡ്സൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് പഞ്ചായത്ത് ഓഫീസിലും അവൈലബിൾ ആണ്. വില്ലേജ് ഓഫീസിൽ പോകുന്നതിന് പകരം പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാലും ഇവർക്ക് ഇതിൻ്റെ ഒരു കോപ്പി ലഭിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങി. When do you think farmers may require a copy of this record? Study the following situation and identify the cases in which these records would be necessary and why. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഫാമേഴ്സിന് എപ്പോഴൊക്കെ ആയിരിക്കും ഈ റെക്കോർഡ് ആവശ്യമായിട്ട് വരിക, അതുപോലെ തന്നെ ഈ താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിൽ എപ്പോഴൊക്കെയാണ് ഫാമേഴ്സിന് റെക്കോർഡ് ആവശ്യമായിട്ട് വരിക, അങ്ങനത്തെ കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫാമർ വാണ്ട്സ് ടു ബൈ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഫ്രം അനദർ. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫാമിനൊരു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ അത് എത്ര സ്ഥലമുണ്ടെന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ അതിനിത് ഈ റെക്കോർഡ് ആവശ്യമാണ്. എ ഫാമർ വാണ്ട്സ് ടു സെൽ ഹെർ പ്രൊഡ്യൂസ് ടു അനദർ. അതുപോലെ തന്നെ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കാണിക്കണം അല്ലേ, എത്ര സ്ഥലമുണ്ട് എന്നൊക്കെയുള്ളത്. എ ഫാമർ വാണ്ട്സ് എ ലോൺ ഫ്രം ദ ബാങ്ക് ടു ഡിഗ് എ വെൽ ഇൻ ഹെർ ലാൻഡ്. അതുപോലെ തന്നെ ലോൺ എടുക്കാനായിട്ടാണെങ്കിലും നമ്മുടെ സ്ഥലം എത്രയാണ് അതിനനുസരിച്ച് ലോൺ ലഭിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ഫാമർ വാണ്ട്സ് ടു പർച്ചേസ് ഫെർട്ടിലൈസേഴ്സ് ഫോർ ഹിസ് ഫീൽഡ്. ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രേഖയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ. എ ഫാമർ വാണ്ട്സ് ടു ഡിവൈഡ് ഹിസ് പ്രോപ്പർട്ടി എമോങ് ഹിസ് ചിൽഡ്രൻ. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് വീതിച്ച് ഓരോ മക്കൾക്കായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. എ ന്യൂ ലോ, ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005. Often when we think of farmers who own land, we think of men. Women are seen as possible who work on the fields but not as people who own agriculture land. നമ്മളെപ്പോഴും ഫാമേഴ്സ്, അതായത് സ്വന്തമായിട്ട് ഭൂമിയുള്ള ഫാമേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുരുഷന്മാരെ കുറിച്ചാണല്ലേ. കാരണം അവരാണ് സാധാരണയായിട്ട് ഈ ഫാമേഴ്സായിട്ട് അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ സ്വന്തമായിട്ട് പേരിലുള്ള ഫാമർ എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെയായിരിക്കും. സ്ത്രീകളൊന്നെങ്കിൽ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഗ്രികൾച്ചർ ലാൻഡൊന്നും അവരുടെ പേരിലില്ലാത്തവരായിരിക്കും. Till recently in some states, Hindu women did not get a share in the family's agriculture land. After the death of the father, his property was divided equally only among his sons. പണ്ടൊക്കെ ഈ ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ അഗ്രികൾച്ചർ ലാൻഡ് ലഭിച്ചിരുന്നില്ല. അവരുടെ ഫാദറിൻ്റെ മരണശേഷം ആ പ്രോപ്പർട്ടി ഈക്വലായിട്ട് അവരുടെ ആൺമക്കൾക്ക് ഇടയിൽ വീതിച്ചു കൊടുക്കുകയായിരുന്നു. പെൺകുട്ടികൾക്ക് ഈ സ്വത്ത് കൊടുക്കുകയില്ലായിരുന്നു. റീസെൻ്റ്ലി ദ ലോ വാസ് ചേഞ്ച്ഡ്. In the new law, sons, daughters and their mothers can get an equal share in the land. അപ്പം പുതിയ നിയമം അനുസരിച്ച് ആമക്കൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ അമ്മമാർക്കൊക്കെ ഈക്വലായിട്ട് ഈ പ്രോപ്പർട്ടിയിലൊരു ഷെയർ ലഭിക്കും. അതായത് ഫാദറിൻ്റെ ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ ആൺമക്കൾക്ക് മാത്രമല്ല എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ വൈഫിനും ഒക്കെ ആയിട്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ വന്ന പുതിയ ലോ പറയുന്നത്. The same law will apply to all states and union territories of the country. ഇതേ ലോ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും യൂണിയൻ ടെറിട്ടറീസിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് വന്ന ഒരു പുതിയ ലോ അല്ല. അപ്പോൾ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005 എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? പെൺമക്കൾക്കും അതുപോലെ അമ്മമാർക്കും ഒക്കെ ഈക്വലായിട്ടൊരു ഷെയർ ഈ സ്വത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ആൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതല്ല ഒരു ഫാദറിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദിസ് ലോ വിൽ ബെനിഫിറ്റ് എ ലാർജ് നമ്പർ ഓഫ് വിമൻ. ഫോർ എക്സാമ്പിൾ, സുധ ഈസ് ദ എൽഡസ്റ്റ് ഡോട്ടർ ഓഫ് ആൻ അഗ്രികൾച്ചർ ഫാമിലി. ഷീ ഈസ് മാരീഡ് ആൻഡ് ലീവ്സ് ഇൻ എ നെയ്ബറിംഗ് വില്ലേജ്. ആഫ്റ്റർ ഹെർ ഫാദേഴ്സ് ഡെത്ത്, സുധ ഓഫൺ കംസ് ടു ഹെൽപ്പ് ഹെർ മദർ വിത്ത് ദ ഫാമിംഗ് വർക്ക്. അപ്പം ഇത്
ധാരാളം സ്ത്രീകൾക്ക് ഇതൊരു ബെനഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ലോയിലൊരു ചേഞ്ച് വന്നിരിക്കുന്നതിന് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സുധ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഫാമിലിയിലെ മൂത്ത ഡോട്ടറാണ്, അതായത് മൂത്ത മകളാണ്. ഓക്കെ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ അടുത്ത വില്ലേജിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. അവിടെ നിന്നാണെങ്കിൽ പോലും ഇവിടെ വരുമായിരുന്നു അവരുടെ ഫാദറിൻ്റെ മരണശേഷം അമ്മയെ ഈ ഫാമിംഗ് വർക്കിലൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. Her mother has asked the Patwari to transfer the land and enter her name along with the names of all the children in his record. അപ്പോൾ പാറ്റ്വാരിയോട് അവരുടെ അമ്മ ആവശ്യപ്പെട്ടു ഈ ലാൻഡ് മക്കളുടെ എല്ലാവരുടെയും പേരിലേക്ക് അതുപോലെ തന്നെ അവരുടെ സ്വന്തം പേരിലേക്കും കൂടെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ഫാദർ മരിച്ചു പോയല്ലേ, അപ്പോൾ ഇനി ഈ സ്വത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് ഇവരാണ്. Sudha's mother confidently organizes the farming with the help of the younger brother and sister. Similarly, Sudha also lives with the assurance that if she ever has a problem, she can always depend upon her share of the ലാൻഡ്. അപ്പോൾ ഇങ്ങനൊരു നിയമം വന്നുകൊണ്ടാണ് ഇങ്ങനെ പെൺമക്കളുടെ പേരിലേക്കും കൂടി അല്ലെങ്കിൽ ആ അമ്മയുടെ പേരിലേക്കും കൂടെ ഈ വസ്തുക്കളൊക്കെ മാറ്റാനായിട്ട് സാധിച്ചതല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മക്കളുടെ പേരിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഷെയർ ലഭിക്കത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു നിയമം വന്നുകൊണ്ട് അതിനൊക്കെ ചേഞ്ച് വരികയും അപ്പോൾ ഇനിയിപ്പോൾ സുധയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ഷെയറിൽ അല്ലെങ്കിൽ ആ ലാൻഡിനെ ബേസ് ചെയ്ത് അവർക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ ഒക്കെ അവർക്ക് സാധിക്കും അല്ലേ. കാരണം അവർക്ക് അത് സ്വന്തമായിട്ട് ലഭിച്ചു, അവരുടെ ഫാദറിൻ്റെ ആ സ്വത്തിൻ്റെ ഒരു അംശം അവർക്കും കൂടെ ലഭിച്ചു അല്ലേ. അപ്പോൾ ഇത് പുതിയ ലോ വന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് മാറ്റങ്ങളാണ്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ലിങ്ക്. അതിൽ ഡയറക്റ്റായിട്ട് പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചാനലിലേക്ക് വരാനും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ സയൻസിൻ്റെയും ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അപ്പോൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞീസ് ക്ലാസ്സും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.